പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ മുതൽ i2v ന്യൂസ് മിഷൻ 250 ആരംഭിച്ചിരുന്നു. എന്തുകൊണ്ടാണ് 250 ദിനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് അതിൻ്റെ ഫലപ്രഖ്യാപന നാൾ വരെ നീളുന്ന ഒരു ക്യാമ്പയിൻ i2v ന്യൂസ് ആരംഭിക്കുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാവും. അന്നേരം ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയാണ് i2v ന്യൂസ് ഇന്ന് തത്സമയം എത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, പിണറായി വിജയന്റെ ദുർഭരണത്തിൽ ശ്വാസം മുട്ടിക്കഴിയുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇത്തവണയെങ്കിലും ഒരു ഭരണമാറ്റം ഉണ്ടാവും, അത് കോൺഗ്രസിലൂടെയാവും എന്ന് പ്രതീക്ഷിച്ച കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കോൺഗ്രസിലെ കസേരമോഹികളായ പണക്കൊതിയന്മാരായ സ്വാർത്ഥമതികളായ ചില നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ. അന്നേരം ഈ പ്രവർത്തനങ്ങളിൽ മനസ്സുമടുത്ത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഓരോ ജനങ്ങളും വിങ്ങിപ്പൊട്ടിയിരിക്കുകയാണ്. i2v ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആ പ്രതികരണങ്ങൾ സ്വാംശീകരിച്ചാണ്, അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് i2v ന്യൂസ് മിഷൻ 250 ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇനി 7-8 മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. നവംബർ അവസാനം ഡിസംബർ ആദ്യ വാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടക്കുവാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചികയാണ് ഈ അടുത്ത മാസം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയായ ഈ കോൺഗ്രസ് പ്രസ്ഥാനം പാളയത്തിൽപ്പെടാ എന്ന് പറയുന്നത് പോലെ ഈ നേതാക്കന്മാർ തമ്മിലടിക്കുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊഫഷണലായ രീതിയിൽ, വളരെ സുസജ്ജമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ ആ സ്ട്രാറ്റജി അനുസരിച്ച് വളരെ പ്രൊഫഷണലായി അവർ മുന്നോട്ട് പോവുകയാണ്. അവരുടെ PR ഏജൻസി ക്രിയേറ്റ് ചെയ്ത ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് UDF എന്ന് പറയുന്നത് ഒരു ഞണ്ടും പാത്രമാണ്, ഇവിടെ ഗ്രൂപ്പിസം നിലനിൽക്കുന്നു, ഈ ഗ്രൂപ്പുകൾ തമ്മിലടിയാണ്, ഇവർക്ക് ഭരണം കിട്ടിയാലും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല, കാരണം ഇവർ ഗ്രൂപ്പ് തിരിഞ്ഞ് ചേരിതിരിഞ്ഞ് അടിയുണ്ടാക്കും. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേക്കച്ചൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രതിപക്ഷ നേതാവിൻ്റെയും ഈ KC വേണുഗോപാലിൻ്റെയും പ്രവർത്തനങ്ങൾ കണ്ട് വളരെയേറെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങൾ. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJPയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഈ പ്രസ്ഥാനത്തെ ശിഥിലമാക്കുവാൻ ശ്രമിക്കുന്ന KC വേണുഗോപാൽ, ഹൈക്കമാൻഡിനെ നിർവീര്യമാക്കി കർണാടക ലോബിയുടെ കയ്യിലെ ചട്ടകമായി മാറി കോൺഗ്രസിലെ അധികാരമോഹികളായ ബിസിനസ്സുകാരായ മാഫിയകളായ ഒരു സംഘം, കർണാടക സംഘം ഈ കോൺഗ്രസിൻ്റെ പിടിമുറക്കിയിരിക്കുകയാണ്. ഈ ഗാന്ധി ഫാമിലി അവരുടെ ബന്ദികളാണ്. ഹൈക്കമാൻഡ് എന്നും പറഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഈ കർണാടക ലോബിയാണ്, അതിൻ്റെ എക്സ്റ്റൻഡഡ് ആമാണ് KC വേണുഗോപാൽ. അതുപോലെ കേരളത്തിലാവട്ടെ, പിണറായി വിജയന് തുടർഭരണം ഒരുക്കുവാൻ കോൺഗ്രസ് മുക്ത കേരളത്തിനായി പ്രവർത്തിക്കുന്ന ആളാണ് VD സതീശൻ. ഈ യാഥാർത്ഥ്യം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. അതെല്ലാം അക്ഷരം പ്രതി ശരിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്, നിങ്ങൾ നോക്കുക, ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണപ്പാളിയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന, അവർ വളരെയേറെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ആ വിഷയം ഏറ്റെടുത്ത് ഒന്നിച്ചു നിന്ന് ആളിക്കത്തിച്ച് ശാസ്താവിൻ്റെ സ്വർണം മോഷ്ടിച്ച ആ കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതിന് പകരം ആ ശബരിമലയിൽ നടന്ന ഓർഗനൈസ്ഡ് കൊള്ളയെക്കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ അതിൻ്റെ സത്യാവസ്ഥ അനാവരണം ചെയ്യേണ്ടുന്ന ഈ കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്യുന്നത്? പാളയത്തിൽപ്പെടാം. ഇവന്മാർ തമ്മിലടിക്കുകയാണ്. ഒരു സൈഡിൽ ചുമ്മാതെ ഇരുന്നിടം ചുണ്ണാമ്പിട്ട് പുണ്ണാക്കുക എന്ന് പറഞ്ഞതുപോലെ, നമുക്കറിയാം, കഴിഞ്ഞ 65 ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മിടുക്കനായ ആ യുവനേതാവിനെതിരെ
അദ്ദേഹത്തിൻ്റെ വ്യക്തിഹത്യ ചെയ്യുക, നശിപ്പിക്കുക, വ്യക്തിഹത്യ ചെയ്ത് ഇയാളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ലൈംഗിക ആരോപണം ഒരു മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിലൂടെ ഇവർ ലീഡ് കൊടുത്ത് പുറത്തുവിടുന്നു. ആ ദിവസം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നു, അയാളെ മാറ്റി നിർത്തുന്നു. ഇപ്പോൾ ഇതാ 2 മാസമായിട്ടും ആരോപണം ഉന്നയിച്ചവർ പോലും പരാതിക്കാരില്ല, FIR ഇല്ല, തെളിവുകളില്ല എന്നിരിക്കെ, അദ്ദേഹത്തെ തിരിച്ചെടുക്കാമെന്നിരിക്കെ അദ്ദേഹത്തെ ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാക്കി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും രാജിവെപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഓർക്കണം, ജനാധിപത്യ രീതിയിൽ ഏറ്റവും ഭൂരിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി ജയിച്ച ആ അധ്യക്ഷ സ്ഥാനം വരെ ഇവന്മാർ തിരികെ വാങ്ങി അദ്ദേഹത്തെ സംശയത്തിൻ്റെ നിഴലിൽ പുറത്തു നിർത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച് പിന്നീട് ഇപ്പോൾ നോക്കുക, 4 പേരെ ആ പദവിയിലേക്ക് പല പദവികൾ കൊടുത്ത് തിരികെ കയറ്റി. ഒന്നുകിൽ അപ്രകാരം ഒരു നടപടി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ മാറ്റി, എന്നാൽ അതിലും മിടുക്കനായ ഒരാളെ ഇവർക്ക് ആ പദവിയിൽ കൊണ്ടുവരാൻ സാധിക്കണം. എന്നാൽ സംഭവിച്ചതെന്താണ്? ഇതുവരെ പ്രവർത്തകർക്ക് പോലും അറിയാത്ത ഇവന്മാരുടെ പെട്ടിതാങ്ങികളായ മൂടുതാങ്ങികളായ 4 പേർക്ക് 4 തരത്തിലുള്ള പദവികൾ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് തന്നെ 4 അധ്യക്ഷന്മാർ. ഇവിടെ ഈ കോൺഗ്രസ് വേറെ സംസ്ഥാനങ്ങളിലൊന്നുമില്ലേ? അവർക്കൊന്നും വേറെ പദവികൾ വേണ്ടേ? അങ്ങനെയുള്ള ഇവന്മാരെ, ആ പ്രസ്ഥാനത്തെ നന്നായിട്ട് നയിക്കാൻ സാധിച്ചിരുന്ന, പിണറായി സർക്കാരിനെതിരെ ശക്തമായ സമരം നയിക്കുവാൻ പ്രാപ്തിയുണ്ടായിരുന്ന, അദ്ദേഹം ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് യുവാക്കന്മാർ ജീവൻ കൊടുക്കുവാനും തയ്യാറായി ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒരു ബൈറ്റ് ഉണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുമായിരുന്ന ജനകീയനായ ഒരു നേതാവിനെയാണ് ഇവർ ഇല്ലാതാക്കിയിട്ട് ഇത്തരത്തിലുള്ള പെട്ടുതാങ്ങികളെയും മൂടുതാങ്ങികളെയും എടുത്തു വെച്ചതെന്ന് ഓർക്കണം. എന്നിട്ടോ അതിൻ്റെ പേരിൽ ഇതാ ഇന്ന് തമ്മിലടി. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്ന കാര്യമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു അവിടെ കല്ലുകടിയുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറയുന്നു. ഒരു സൈഡിൽ ഓർക്കുക, വിശ്വാസ സംരക്ഷണ യാത്ര എന്നും പറഞ്ഞ് ഇവന്മാർ ഈ നാണം കെട്ടവന്മാർ, ഈ ബോധമില്ലാത്തവന്മാർ ശബരിമല വിഷയത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകുന്നതിന് വേണ്ടി ഇവന്മാർ ഇതാ വിശ്വാസ സംഗമ യാത്ര ഒരു സൈഡിൽ കൂടെ നടത്തുന്നതിനിടയ്ക്കാണ്. അത് ആരും ശ്രദ്ധിക്കുന്നില്ല, മാധ്യമങ്ങളിൽ നിന്നും വാർത്ത വന്നില്ല. ഇന്ന് ആദ്യം വന്നത്, പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം വന്നത് തിരുവഞ്ചൂരിൻ്റെ ഈ കല്ലുകടി ഉണ്ട് എന്ന ആ പ്രസ്താവനയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആ പ്രസ്താവന കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. ഇപ്പോൾ ചെറിയ ഒരു കല്ലുകളി പോലെ ഇപ്പോൾ ഒരു കാര്യത്തിനകത്ത് ഉണ്ടായി, പക്ഷെ അത് മാറും. അത് മാറത്തക്ക വിധത്തിലുള്ള നടപടി ഒരു തീരുമാനങ്ങളും ഉണ്ടാകും. അഭിപ്രായം എല്ലാം ബലമതിക്കത്തക്ക വിധത്തിലുള്ളത് തന്നെയാണ്. അബിൻ വർക്കി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നല്ല കേഡറാണ്. അവർക്കൊരു വിഷമം ഉണ്ടാകാതെ കൊണ്ടുപോകാൻ പറ്റണം. പക്ഷേ കേന്ദ്ര നേതൃത്വം ഒരിക്കലും അങ്ങനെ എതിരായിട്ടൊരു തീരുമാനം വരില്ലല്ലോ. എല്ലാവരെയും കണ്ടെയ്ൻ ചെയ്യുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനം എന്നുള്ള നിലയിലായിരിക്കണം ഇവരെടുത്തത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ തന്നെ പറയുന്നു ഈ വിഷയത്തിൽ കല്ലുകടി ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിക്കണമെന്ന്. അതുപോലെ ഇന്നലെ ഹൈബി ഈഡൻ MP പറഞ്ഞു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പാറ്റേൺ ഇവിടെ ഉണ്ടായിരുന്നു, ആ പാറ്റേൺ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയുണ്ടായി. ആ പ്രസ്താവന ഒന്ന് കണ്ട ശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് മടങ്ങി വരാം. യൂഷ്വലി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡന്റും രണ്ടാമത് വരുന്ന ആൾ വൈസ് പ്രസിഡന്റും ആവുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ കമ്മിറ്റി അതിൽ വിശദീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. കണ്ടല്ലോ, ഇപ്രകാരം ഒരു സൈഡിൽ ഇവർ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുമ്പോൾ അതിൻ്റെ ആ റിസൾട്ടിനെ നള്ളിഫൈ ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് നേതാക്കന്മാർ പറയുന്നു ഈ പാർട്ടിയിൽ പ്രശ്നമുണ്ട്, ഇതിനകത്ത് കല്ലുകടിയുണ്ട്, ഇത് കൃത്യമായ സിസ്റ്റം ഫോളോ ചെയ്തില്ല എന്ന ആ പാർട്ടിയിലെ നേതാക്കന്മാരുടെ തന്നെ അഭിപ്രായങ്ങളും അവരുടെ തന്നെ ആശയക്കുഴപ്പങ്ങളുമാണ് പുറത്തു വരുന്നത്. ഇടതുപക്ഷത്തിന്റെ PR ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്ന നറേറ്റീവ് അത് തന്നെയാണ്. അതേ, UDF-ൽ അഭിപ്രായ സമന്വയമില്ല, ഇവർ തമ്മിൽ തമ്മിലടിയാണ്, ഇവർ തമ്മിൽ ഗ്രൂപ്പ് കളിയാണ് എന്ന് പറയുന്നത് ശരിവെക്കുന്നതാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ, ഈ നേതാക്കന്മാരുടെ കമന്റുകൾ. ഐ ഗ്രൂപ്പ് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു, അബിൻ വർക്കിക്കായിരുന്നു ഏതാണ്ട് 1,70,70,000-ലധികം വോട്ടുകൾ വാങ്ങിയ അബിൻ വർക്കിക്കായിരുന്നു അത് ലഭിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഐ ഗ്രൂപ്പ് തങ്ങൾക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്നും പറഞ്ഞ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ സാങ്കല്പിക സമിതിയെ സമീപിക്കാൻ പോവുകയാണെന്ന് വാർത്തകൾ വരുന്നു.
അതിനെതിരെ രമേശ് ചെന്നിത്തല അടക്കം പരസ്യമായി പറഞ്ഞിരുന്നു. അതുപോലെ കെ സി വേണുഗോപാലിന്റെ പെട്ടിഞ്ഞോപ്പുകാരനായ ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയേ എന്നും പറഞ്ഞ് എ ഗ്രൂപ്പ് തങ്ങളുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ KM അഭിജിത്തിനെ ആയിരുന്നു ആക്കേണ്ടിയിരുന്നത്. വർക്കിംഗ് പ്രസിഡന്റായി 4ാം സ്ഥാനത്ത് പോലും എത്താത്ത, പാർട്ടി പ്രവർത്തകർ പോലും അറിയാത്ത ആളെ പിടിച്ചാക്കി എന്നും പറഞ്ഞതാ എ ഗ്രൂപ്പ് അടുത്ത പരാതിയുമായി വരുന്നു. സ്വന്തം പാർട്ടിയിൽ തന്നെ ഒരു അഭിപ്രായ സമന്വയമില്ലാതെ പാളയത്തിൽ പടയുമായി അവൻ നടക്കുകയാണ്. എപ്പോൾ ഈ വേട്ടം മുറുകുമ്പോൾ നായ്ക്ക് അപ്പിയിടാൻ മുട്ടുന്നു എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടുന്ന ആ സമയത്ത് സംഘടനയിലെ യുവനേതാക്കന്മാരെയും പ്രായമായ നേതാക്കന്മാരെയും സകല പോഷക സംഘടനകളെയും ചേർത്ത് നിർത്തി ഒരു ലക്ഷ്യത്തോടുകൂടി ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന സമയത്ത് ഇതാ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോവുകയാണ്. എന്താണ് കാരണം? പക്വതയില്ലാത്ത തലപ്പത്തിരിക്കുന്നവന്മാർ, കസേരമോഹികളായ, അധികാരമോഹികളായ മുകളിലിരിക്കുന്ന ചിലവന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്നത്. പവർ പൊളിറ്റിക്സ് ആകുമ്പോൾ 4 ഭാഗത്തു നിന്നും പിടിച്ചു വലികളുണ്ടാവാം, പല സ്ഥലങ്ങളിലേക്കും അവർ പുള്ളിയും. അപ്പോൾ അതിലൊന്നും പെടാതെ പാർട്ടി എന്ന് പറയുന്ന നൗകയെ യാതൊരുവിധ ഡോൾഡ്രംസിലും പെടാതെ മുന്നോട്ട് നയിക്കേണ്ട ഒരു കപ്പിത്താൻ എന്ന് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാവുന്ന ഒരു കഴിവുള്ള, ഒരു പക്വതയുള്ള ഒരു നേതൃത്വം ആ പ്രസ്ഥാനത്തിന് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. കേരളത്തിൽ ഇന്നും സംഭവിക്കുന്ന കോൺഗ്രസിന്റെ തകർച്ചയുടെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു നാഥനില്ലാ കളരിയാണ്. KPCCയെ നയിക്കുവാൻ ഒരു നാഥനില്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിലില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുവാൻ, അവർ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് i2i ന്യൂസ് ഈ മിഷൻ 250 ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ശബരിമല വിഷയത്തിൽ ഒരേ മനസ്സോടും ഒരേ ശരീരത്തോടും കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഈ സമയത്തിതാ ഇവിടെ ഒരു അനാവശ്യ ഒരു പ്രഖ്യാപനം നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ യാതൊരു ആവശ്യവുമില്ലാതെ രാഹുൽ മാങ്കുട്ടത്തലിനെ അനാവശ്യമായി നീക്കം ചെയ്തു. അതുകൊണ്ടിതാ ഇപ്രകാരം ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാരെ വീണ്ടും ഇവർക്ക് പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടാക്കി. അത് വളരെ അപക്വമായും വളരെ തെറ്റായ രീതിയിലും ചെയ്തതുകൊണ്ട് വീണ്ടും ഇതാ ഈ വിഷയം വിവാദമായിരിക്കുകയാണ്. ഇവർക്ക് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനർത്ഥം ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവന്റെ ഇവന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ, സകല ജനങ്ങളും തിരമാല പോലെ അടിച്ചു വന്നാലും എൻ്റെ നിലപാടിൽ നിന്നും മാറ്റം വരുത്തത്തില്ല എന്ന് പറഞ്ഞ് ഈ നാണം കെട്ട നിലപാട് കൊണ്ടാണ് ഇപ്രകാരം ഒരു ദുരന്തം ഇന്ന് ഈ പ്രസ്ഥാനത്തിന് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 2, ഷാഫി പറമ്പിൽ എന്ന മിടുക്കനായ യുവനേതാവ്, അദ്ദേഹത്തെ കൃത്യമായി പേരാമ്പ്രയിലിട്ട് ആക്രമിക്കണം, അതിനുള്ള പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കിയ ശേഷം ഇവിടുത്തെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അപ്രകാരം ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവന്മാർ അന്ന് രാത്രിയിൽ തന്നെ ദുബൈയിലേക്ക് കടന്നു. ദുബൈയിലേക്ക് കടന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവനിട്ട് കിട്ടുന്നെങ്കിൽ 2 കിട്ടട്ടെ, അവനെ അടിച്ച് പെടത്തിയ ശേഷം തൊട്ടടുത്ത ദിവസം ഈ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടിയായിരുന്നു ഇവർ പോയത്. പക്ഷേ ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ എന്ന് പറയുന്നത് പോലെ ഷാഫിയെ പോലീസുകാർ മർദ്ദിക്കുന്ന, തലമണ്ടയ്ക്കും മൂക്കിനും അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. റൂറൽ SP തന്നെ പറഞ്ഞു പോലീസിൽ തന്നെ എന്തോ കുഴപ്പം സംഭവിച്ചു. പോലീസുകാർ അമിതാവേശം കാണിച്ച് ആവശ്യമില്ലാതെ MP ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ മർദ്ദിച്ചു എന്ന് റൂറൽ SP തന്നെ പറഞ്ഞു. ഇതിനർത്ഥം കൃത്യമായ പ്ലാനിങ്, പോലീസിലെ തന്നെ ഗുണ്ടകളായിട്ടുള്ള അന്തംകമ്മികളായിട്ടുള്ള പോലീസുകാരെ വെച്ച് അത് ആ കൃത്യം നിർവഹിച്ചു. മൂക്കടിച്ച് പൊട്ടിച്ച് ഒരു മോബ് അറ്റാക്കായി കഴിഞ്ഞാൽ 10,000-1000-കണക്കിന് പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വെച്ച് ഇപ്രകാരം ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അത് കണ്ടാലറിയാവുന്ന 1000 പേർക്കെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ അതൊന്നും നിലനിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഷാഫിയെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ഇതുപോലെ തന്നെ ഷാഫിയെ ആദ്യമായി രാഹുലിനെ ഒതുക്കിയ തൊട്ടടുത്ത ദിവസം തന്നെ വടകരയിൽ വെച്ച് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. അന്ന് കേരളം ശക്തമായി പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത് 2ാമത്തെ അറ്റംപ്റ്റ്. ഇത് കൃത്യമായി അദ്ദേഹത്തെ വധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ഇത് പ്ലാൻ ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ 2 അവന്മാരും ഇവിടുന്ന് കളന്നു കഴിഞ്ഞു. പക്ഷേ ഇവരുടെ പദ്ധതികൾ പാളിപ്പോയി. ഷാഫിക്കെതിരെ ആക്രമണം ഉണ്ടായ ആ രാത്രി തന്നെ കേരളത്തിലെ അങ്ങോളമിങ്ങുമുള്ള ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അല്ലാത്ത പ്രവർത്തകരും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. അവർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഈ 48 മണിക്കൂർ കേരളത്തെ മുൾമുനയിൽ നിർത്തി. ഈ മണ്ടന്മാർ തന്നെ പറഞ്ഞു ഞങ്ങളുടെ അനുമതികളൊന്നും ഇല്ലാതെ തന്നെ പ്രവർത്തകർ കളത്തിലിറങ്ങിയെന്ന്.
എന്നിട്ട് സകലരും പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതാ അരമനക്കുണ്ടൻ എന്നറിയപ്പെടുന്ന ആ അരമനക്കിങ്ങണി, ആ കളിപ്പാവ ഒരു പ്രതികരണവുമായി വരുന്നു. അതിനുശേഷം കേക്കച്ചൻ ഏതോ വാഷ്റൂമിൽ കയറി എന്നൊരു പ്രതികരണം അയച്ചത് ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. ഞങ്ങൾ പറഞ്ഞിരുന്നു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക, ഇവന്മാർ എവിടെയാണെന്ന് ജനങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയപ്പോഴാണ് ഗത്യന്തരമില്ലാതെ അവസാനം അവരൊരു പ്രതികരണവുമായി വന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കേക്കച്ചൻ എന്നിട്ട് ആ ജാളിത മറയ്ക്കുവാൻ ഇയാൾ രഹസ്യമായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയി. കാലിക്കട്ട് ആ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇയാളുടെ കുറെ സിംഗടികളെ അവിടെ ഒരുക്കി നിർത്തി, ക്യാമറപ്പടയെയും PR ടീമിനെയും ഒരുക്കി നിർത്തിയ ശേഷം ഇയാൾ ഈ നാണകെട്ടവൻ പമ്മിപ്പോയി. എന്തിന്? PR ഏജൻസിയെ കൊണ്ട് ഞാൻ അവിടെ ചെന്നിരുന്നു, ഷാഫിയെ കണ്ടിരുന്നു, ആത്മബലം നൽകി എന്നൊക്കെ വരുത്തുന്നതിന് വേണ്ടി എല്ലാം കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ PR ഏജൻസിയെ കൊണ്ട് ചെയ്ത ആ വർക്ക് കാണുക. ഇയാളാണ് പറഞ്ഞത് റീൽസ് അല്ലിലൊന്നും കാര്യമില്ല, റീൽസിൽ കാര്യമില്ല, റീൽസ് അല്ല റിയൽ വർക്കാണ് കാര്യം എന്ന് പറഞ്ഞ ആ നാണം കെട്ടവൻ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ റീൽസ് ഇറക്കി PR നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. കേക്കച്ചന്റെ ആ PR വർക്ക്, ആ റീൽസ് ഒന്ന് കണ്ട ശേഷം നമുക്ക് ഉടനെ മടങ്ങി വരാം. കണ്ടല്ലോ, കേക്കച്ചൻ ദുബൈയിൽ നിന്നും ലാൻഡ് ചെയ്തു, PR ടീമുമായി പോയി റീല് പിടിച്ചു. മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നത് പോലെ, സ്വിച്ച് ഇടുന്നത് പോലെ കേരളത്തിലെമ്പാടും നടന്ന ആ പ്രതിഷേധങ്ങൾ നിന്നു. അതിനുശേഷം ഷാഫിക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ ഒരു പ്രതിഷേധവും ഉണ്ടായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ സന്ദീപ് വാര്യർ ശബരിമല തീവട്ടിക്കൊള്ളയ്ക്കെതിരെ പത്തനംതിട്ട ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയ സന്ദീപ് വാര്യരും 7 പേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അവരെ ജയിലിൽ ഇട്ടിട്ട് ഇന്ന് ദിവസങ്ങൾ പിന്നിടുന്നു. അവരെക്കുറിച്ച് ഇവരാരും ഒരു വാക്ക് മിണ്ടുന്നില്ല, അവരെ പുറത്തിറക്കുവാൻ ശ്രമിക്കുന്നില്ല. ഇത്തരം വിശ്വാസ സംഗമം നടത്തുന്ന പത്തനംതിട്ടയിൽ നടത്തിയ വേദിയിൽ പോലും ഒരു അനുസ്മരണം പോലും നടത്തിയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. സന്ദീപ് എവിടെ? സന്ദീപ് വാര്യരും അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് 2 യുവതികളടക്കം ജയിലിൽ കിടക്കുന്നവർ എവിടെ? ഇവർ മിണ്ടുന്നില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരം ഇവർ ആരും മിണ്ടുന്നില്ല. അതുപോലെ നമുക്കറിയാം, രാഹുൽ വിഷയത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആവശ്യമില്ലാതെ ഈ കേക്കച്ചൻ തൻ്റെ കളിക്കൂട്ടുകാരി ഇറക്കി ഇതുപോലെ ആരോപണം ഉന്നയിച്ചു. അവസാനം തെളിവുകളൊന്നുമില്ലാതെ പൊട്ടിക്കേറി നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോഴും അവൻ്റെ നിലപാടെന്നും പറഞ്ഞ് അവൻ പിടിച്ചു നിൽക്കുകയാണ്. ഇടം മണ്ടത്തരം പാറ്റിപ്പോയി, കാര്യങ്ങൾ പാളിപ്പോയി എന്ന് കണ്ടാൽ സമ്മൽ ട്രസാർട്ട് അടിക്കുവാൻ അല്ലെങ്കിൽ മാപ്പ് പറയുവാൻ യാതൊരു മണിയും നാണവും ഇല്ലാത്തവനാണ് ഈ കേക്കച്ചൻ എന്ന് നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. മാപ്പ് പറഞ്ഞ് നമ്മൾ കണ്ടതല്ലേ? അപ്രകാരം യാതൊരു നിലപാടുമില്ലാത്ത ഇദ്ദേഹത്തിന് കടകം മറിയുവാൻ യാതൊരു മടിയും ഇല്ലെന്നിരിക്കെ എന്തുകൊണ്ടാണ് രാഹുൽ വിഷയത്തിൽ ഇപ്പോഴും ഒരു നടപടിയെടുക്കാത്തത്? അതുകൊണ്ടല്ലേ രാഹുലിനെ ഇപ്പോഴും പാലക്കാട്ട് DYFIക്കാരും BJPക്കാരും തടയുവാനുള്ള കാരണം ഇവരുടെ ഈ നിലപാട് കൊണ്ടല്ലേ? അവർ ചോദിക്കില്ലേ, പോലീസ് കേസില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ പാർട്ടി പിന്നെ എന്തിനാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത്? ഇയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും എന്തുകൊണ്ട് മാറ്റി? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് എന്തുകൊണ്ട് മാറ്റി? ഇയാൾ ആഭാസനായതുകൊണ്ടല്ലേ അപ്രകാരം നടപടിയെടുത്തത് എന്ന് ശത്രുക്കൾ ചോദിക്കുമ്പോൾ എന്ത് പറയുവാൻ പറ്റും? അതുകൊണ്ട് രാഹുലിനെ പുറകെ നടന്ന് ചേസ് ചെയ്ത് വേട്ടയാടുന്ന തരത്തിലുള്ള ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഈ നാണം കെട്ടവന്റെ കപടത ജനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് മിഷൻ 250 നമ്മൾ തുടരുന്നത്. അതുപോലെ ശബരിമല കൊള്ള പറഞ്ഞു. ശബരിമല കൊള്ളയിൽ ഈ നാണം കെട്ടവൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, കോടീശ്വരന് സ്വർണ്ണപ്പാളികൾ വിറ്റു എന്ന്. സതീശ, നിങ്ങൾ പറയണം ഏത് കോടീശ്വരനാണ് ഇത് വിറ്റത്? നിങ്ങൾക്കത് പറയുവാൻ നിങ്ങളുടെ തെളിവുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. ഇതുപോലെ ബോധ്യത്തിന്റെയും തെളിവുകളുടെയും കാര്യങ്ങളൊക്കെ ഇയാൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും
സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇയാൾ പറഞ്ഞു ബോംബ് പൊട്ടാൻ പോവുകയാണ്, വരാൻ പോകുന്നു എന്നൊക്കെ ഇവൻ പറഞ്ഞു. എവിടെ ബോംബ് പൊട്ടി? അവസാനം നാണം കെട്ട് 3 MLA-മാരുടെ സസ്പെൻഷൻ മേടിച്ച് നിയമസഭയിൽ നിന്നും നാണം കെട്ട് തലയും താഴ്ത്തി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. വി ഡി സതീശൻ ഈ വിശ്വാസ സംരക്ഷണ ജാഥ തുടരുന്നതിന് മുമ്പ് നിങ്ങൾ പറയണം ഏത് കോടീശ്വരനാണ് ഇത് വിറ്റത് എന്ന് നിങ്ങൾ പറയുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതുവിധം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല, അത് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം, ആ വിവരം പുറത്തുവിടണം. രാഹുലിനെ ഒതുക്കുവാനാണ് ഇപ്രകാരം ഒരു നടപടിയെടുത്തത് എന്ന് ശരിവെക്കുന്ന തരത്തിലാണ് KCയുടെ പെട്ടുതാങ്ങിയെ ആ പദവിയിലേക്ക് കൊണ്ടിരുത്തിയത്. ഞങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം തന്നെ തെറിപ്പിച്ച് കളഞ്ഞ ശേഷം തൊട്ടടുത്ത ദിവസം KCയുടെ ഈ പെട്ടുചുമപ്പുകാരനെ ആ പദവിയിൽ കൊണ്ടുവരുവാനായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ പൊതുജനങ്ങളുടെ വികാരം, വൈറ്റ് ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പോലുള്ള പ്രതികരണ വേദിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇവന്മാരെ ശരിക്കും സ്തംഭിപ്പിച്ച് കളഞ്ഞു. അപ്രകാരം ഒരു നടപടിയിലേക്ക് പെട്ടെന്ന് കടന്നു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യുമെന്ന് കരുതി മാത്രമാണ് ഏതാണ്ട് 50 ദിവസത്തോളം ഇവന്മാർ കാത്തിരുന്നത്. അവസാനം ഷാഫിയെ ആക്രമിച്ച് പിടത്തിയിട്ട് ആ ദിവസം തന്നെ ഇവന്മാർ ഇപ്രകാരം ഒരു പ്രഖ്യാപനവുമായി വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഈ കോൺഗ്രസ് മുക്ത കേരളത്തിനും ഭാരതത്തിനും വേണ്ടി പണിയെടുക്കുന്ന ഈ രണ്ടവന്മാരുടെ തിരക്കഥയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ ഒരു പ്രതിപക്ഷമില്ല. മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നു. അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. അത്തരത്തിലുള്ള നിരവധി ഇഷ്യൂ വന്നിട്ട് പോലും ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവൻ ഈ പുനർജനി തട്ടിപ്പ് കേസിലെ ഈ പ്രതി ഒരക്ഷരം മിണ്ടിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ ലോകമർദ്ദനവുമായി ബന്ധപ്പെട്ട കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ എന്തായി? പിണറായിയോടൊപ്പം ഇരുന്ന് സദ്യ പഠിച്ച് നക്കിയിട്ട് ഇവൻ എന്തെങ്കിലും പ്രതിഷേധമോ പ്രകടനമോ ഇവിടെ നടത്തിയോ? നിയമസഭയിൽ നിരാഹാരമേരം എന്ന് പറഞ്ഞ് 2 പേരെ ഇരുത്തി അടുത്ത ദിവസം തന്നെ അവന്മാർ എഴുന്നേറ്റ് പോയി. ആ വിഷയത്തിൽ പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ല. ലോകമർദ്ദനമേറ്റ കസ്റ്റഡി മരണങ്ങൾ ഏറ്റുവാങ്ങിയവരുടെ കുടുംബങ്ങൾക്ക് പോയി എന്നതൊഴിച്ച് ഇവന്മാർക്ക് ഒന്നും ചെയ്യുവാൻ ഇവിടെ സാധിച്ചില്ല. അതുപോലെ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന തീവട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഈ കഴിഞ്ഞ 9.5 കൊല്ലമായി പ്രതിപക്ഷം ഇവിടെ ഉണ്ടോ? ഈ 4.5 കൊല്ലമായി ഈ കേക്കച്ചൻ ഇരിക്കുന്നു. പൊതുജനങ്ങൾക്ക് ഗുണപ്രദമായ, അതല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ ഇദ്ദേഹത്തിന് ഈ 4.5 കൊല്ലത്തിനുള്ളിൽ ഒന്നെങ്കിലും നടത്തിയത് പറയുവാനായിട്ട് സാധിക്കുമോ? നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥ. പിണറായി സർക്കാരിൻ്റെ തീവട്ടിക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് അതിൻ്റെ പങ്കുപറ്റി അദ്ദേഹത്തോടൊപ്പം സദ്യ കഴിച്ച് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുമ്പോൾ വൺമൻ ഷോ കളിക്കുന്ന ഈ നാണം കെട്ടവനെയാണോ നമുക്ക് പ്രതിപക്ഷത്ത് ഇവനാണോ വേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതെല്ലാം പോട്ടെ, ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു. ഏതാണ്ട് 1 കോടിക്ക് അടുത്ത പ്രതിമാസം വാടക നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തു ഇവിടെ മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ ഫണ്ട് അവർ വെട്ടിക്കുറച്ചു. മാസങ്ങളുടെ കുടിശ്ശിക ഇപ്പോൾ കോടികളുടെ ഈ ചിപ്സാൻ ഏവിയേഷൻ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ കമ്പനിക്ക് കൊടുക്കുകയാണ്. കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ച് ഇപ്രകാരം ഒരു ഹെലികോപ്റ്റർ 3 വർഷത്തേക്കാണ് എടുത്തിട്ടിരിക്കുന്നത് എന്നോർക്കണം. അതിനെതിരെ ശബ്ദിക്കുവാൻ ഈ നാണം കെട്ടവൻ ഒരു വാക്ക് പോലും വേണ്ടിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഇതിൻ്റെ എല്ലാം ഒരു പങ്ക് ഇവന് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിശ്വാസ സംഗമ ഈ നാടകവുമായി ഇവന്മാർ നടക്കുമ്പോൾ പത്തനംതിട്ടയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ പരിപാടി തന്നെ പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഒരൊറ്റ വിശ്വാസികൾ പോലും അവിടെ പങ്കെടുത്തില്ല. ഇവന്മാരുടെ ഈ നാണം കെട്ട പരിപാടികൾ അതിനെതിരെ ശക്തമായി ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ കനപ്പിക്കേണ്ടുന്ന ആ സമയത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളം അത്രത്തോളം ശക്തമായ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അത് പിണറായി സർക്കാരിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയാണ് പിണറായിയുടെ നിർദ്ദേശപ്രകാരം ഇടാ പിണറായി വിജയ എന്ന് കൈചൂണ്ടി സംസാരിച്ച ആ മിടുക്കനായ യുവാവിനെ വ്യക്തിഹത്യ ചെയ്ത് ഒതുക്കി ഇല്ലാതാക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം കഴിഞ്ഞ് ഇവന്മാരുടെ പെട്ടുതാങ്ങിയായ ആ OJ ജനീഷ് എന്ന് പറയുന്ന ഓജസ്സും തേജസ്സും ഇല്ലാത്ത ആ പാവൻ ചെറുക്കൻ നിന്ന് ഇന്ന് സംസാരിക്കുന്നു കേട്ടിട്ട് ഉടനെ നമുക്ക് മടങ്ങി വരാം. പേരാമ്പ്രയിൽ വിഷയത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു നടപടിയാണ്.
അവിടെ ഇന്ന് വെളുപ്പിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജസ്മീന എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയുടെ വീട്ടിൽ രാവിലെ വെളുപ്പിന് പോയി അത് അവരുടെ ഹസ്ബൻഡിനെ ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ആളെന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അരുൺ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ്. അദ്ദേഹം ഈ സമരത്തിൽ ഈ വിഷയം നടക്കുന്ന ദിവസം ആ സംഭവ സ്ഥലത്ത് ഇല്ലാത്തൊരാളാണ്. അപ്പോൾ ആ സംഭവ സ്ഥലത്ത് ഇല്ലാത്ത യൂത്ത് കോൺഗ്രസ്സുകാരെ അടക്കം അറസ്റ്റ് ചെയ്യുന്നു. പേരാമ്പ്രയിൽ മാത്രമല്ല നാദാപുരത്തും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് കയറി അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അവിടെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്, CKG കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF സഖ്യം വിജയിച്ചുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ്. അതിനെ സംബന്ധിച്ചുണ്ടായ ഒരു പ്രതിഷേധം, ഒരു ഹർത്താൽ, അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രതിഷേധ പ്രകടനം, അത് UDFൻ്റെ അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നത് CPM ആണ്. CPM DYFI ഗുണ്ടകൾ UDFൻ്റെ ഒരു പ്രകടനത്തെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവിടെ പോലീസ് ഇടപെടേണ്ടിയിരുന്നത് UDF പ്രവർത്തകരെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമില്ല. പക്ഷേ പോലീസ് അവിടെ CPMനും DYFIക്കും കൂടെ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും UDYFിൻ്റെയൊക്കെ പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അവിടെ നിരന്തരമായി ഗ്രനേഡ് എറിഞ്ഞു, അതോടൊപ്പം തന്നെ ലാത്തിച്ചാർജ് നടത്തി. ഒരു MP ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ ഗുരുതരമായി മുഖത്ത് ലാത്തി കൊണ്ട് അടിയേറ്റ് വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം പേരാമ്പ്രയിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരികയാണ്. ഇപ്പോൾ പ്രതികാര നടപടിയുടെ ഭാഗമായി പോലീസ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി അറസ്റ്റ് ചെയ്യുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. അങ്ങേയറ്റത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകും. DYSP സുനിൽ, അദ്ദേഹം ഇന്ന് വെളുപ്പിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായ ഭാഷയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസുകാരെല്ലാം കണക്കാക്കി വെക്കുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജനം തിരുത്താൻ വേണ്ടി പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന ഈ ദാസ്യപ്പണി ഇവർ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ച് കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഇന്ന് ബഹുമാനായ ലീഡർ ശ്രീ K കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു നാമധേയമാണ് ലീഡർ ശ്രീ K കരുണാകരൻ്റേത്. ഞാൻ കടന്നു വരുന്നത് അദ്ദേഹം ദീർഘകാലം പ്രതിനിധാനം ചെയ്ത മാള എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേര്. എൻ്റെ കുടുംബം എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തോടൊപ്പം നിന്നതും അതോടൊപ്പം തന്നെ ലീഡറുടെ രാഷ്ട്രീയധാരക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ലീഡർ എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തൊരു പ്രചോദനമായിരുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് കടന്നു വരാനൊരു അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ബിനു ചുള്ളിൽ കൂടി ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. നാളെ രാവിലെ 8:30 മണിക്ക് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലും ഞങ്ങൾ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റു പരിപാടികൾ ഉടനെ തന്നെ തീരുമാനിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് എടുക്കാനുള്ള പരിപാടിയിലായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പേരാമ്പ്രയിലെ വിഷയം, ഈ പേരാമ്പ്രയിലെ വിഷയത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് കേരളത്തിലെ മറ്റ് ഉയർന്നു വരുന്ന വിഷയങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ ഇന്ന് പേരാമ്പ്രയിലെ വിഷയത്തെ ഒരു മറയാക്കി ഈ സർക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണല്ലോ മുഖ്യമന്ത്രിയുടെ മകന് നേരെ EDയുടെ സമൻസ് വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. വളരെ കൗതുകകരമാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും അദ്ദേഹത്തിൻ്റെ മറുപടിയൊക്കെ. അദ്ദേഹം പറയുന്നത്, എൻ്റെ മകനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, രാഷ്ട്രീയ രംഗത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. കേരളത്തിലെ എത്രയോ ചെറുപ്പക്കാർ കേരളത്തിൻ്റെ തെരുവുകളിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ മകനെ ആ മേഖലയിലൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം SFIയുടെയും DYFIയുടെയും ഒക്കെ സമര പാരമ്പര്യത്തെ പോലും തള്ളിപ്പറയുകയാണെന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. രണ്ടാമത്, പേരാമ്പ്ര വിഷയത്തിലാണെങ്കിൽ DYFIയും SFIയൊക്കെ നിരന്തരമായി യൂത്ത് കോൺഗ്രസിനെതിരെയൊക്കെ വലിയ പ്രചരണമൊക്കെ നടത്തുന്നു. ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സമര പാരമ്പര്യത്തെ കൂടി അവർ ചോദ്യം ചെയ്യുകയാണ്. തെരുവിൽ സമരം ചെയ്യുമ്പോൾ പോലീസിൻ്റെ ലാത്തിച്ചാർജ് ഉണ്ടാകുമെന്നും പോലീസ് ഒരുപക്ഷേ ലാത്തിച്ചാർജ് നടത്തുമെന്നും അറിയാത്തതുകൊണ്ടല്ല ഞങ്ങളതിനെ പ്രതിഷേധിക്കുന്നത്. അവിടെ നടന്നത് അകാരണമായ രീതിയിലുള്ള മർദ്ദനമായതുകൊണ്ടും CPMൻ്റെ പക്ഷം ചേർന്ന് പിടിച്ചുകൊണ്ടുള്ള അക്രമമായതുകൊണ്ടാണ് അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് വരുമ്പോൾ അത് മറച്ചു വെക്കുന്നതെന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ മറ്റ് വിവാദങ്ങളുണ്ടാക്കി അതിനെ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പോലീസിന് അതിനൊരു മറയാക്കി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചേലക്കരയിലെ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അന്നേ ദിവസം അവരുടെ മുഖംമൂടി അണിയിച്ചും വിലങ്ങണിയിച്ചുമാണ് കോടതിയിൽ കൊണ്ടുപോയത്. അതേ സാഹചര്യത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത SFI പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയപ്പോൾ മുഖംമൂടിയില്ല, വിലങ്ങില്ല. അപ്പോൾ ആ ദിവസങ്ങളിലാണ്, ചേലക്കരയിലെ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിലാണ് ഇവിടെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ മാധ്യമ ശ്രദ്ധയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സംവിധാനത്തെ ഈ സർക്കാർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസാണെങ്കിൽ കഥയറിയാതെ ആട്ടം കളിക്കുന്ന ആളുകളെ പോലെ
അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ചരലിൽ കെട്ടിച്ചാടുന്ന കുട്ടിക്കുറങ്ങന്മാരെ പോലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ കുതിര കയറാൻ വേണ്ടി വരികയാണ്. അതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് നേരെയുള്ള വിമർശനങ്ങളോട് ഉയർന്നു വരുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും പേരാമ്പ്രയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് കയറി ഇറങ്ങാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുള്ളത്. വളരെ കൗതുകകരമായ ഒരു കാര്യം, അദ്ദേഹം പറയുന്നത് എൻ്റെ മകന് നേരെ നോട്ടീസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടില്ലെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മക്കളെപ്പറ്റി അഭിമാനമുണ്ടെങ്കിൽ ED ഒരു നോട്ടീസ് കൊടുത്താൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പറയേണ്ടത് ED എൻ്റെ മകന് നേരെ നോട്ടീസ് അയച്ചു, ഇത് അകാരണമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. അതിന് പകരം അങ്ങനെയില്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അതിനെ ശരിവെക്കുന്നു, ED നോട്ടീസ് അയച്ചു എന്ന് ശരിവെക്കുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങളിങ്ങനെ ഒളിച്ചു വെക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോണിയാഗാന്ധിക്ക് നേരെ ED നോട്ടീസ് അയച്ചു, രാഹുൽ ഗാന്ധിക്ക് നേരെ ED നോട്ടീസ് അയച്ചു, മണിക്കൂറുകൾ നീണ്ടുന്ന ചോദ്യം ചെയ്യൽ നടത്തി, P. ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് 100 ദിവസം ജയിലിലിട്ടു, കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവരെല്ലാം കോൺഗ്രസ്സാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും DK ശിവകുമാറും P. ചിദംബരം അടക്കമുള്ള ആളുകളൊക്കെ കോൺഗ്രസ് ആയതുകൊണ്ടാണ് നോട്ടീസ്, ചോദ്യം ചെയ്യൽ, അറസ്റ്റ്, ജയിൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൻ്റെ നേരേക്ക് വരുമ്പോൾ നോട്ടീസും കൂടെ ഒത്തുതീർപ്പ് മാത്രമാണ് സംഭവിക്കുന്നത്. ആ ഒത്തുതീർപ്പ് കേരളത്തിലെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഞാനിവിടെ തൃശ്ശൂരിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഈ തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിലടക്കം നടന്നിട്ടുള്ള പല ഒത്തുതീർപ്പുകളിലേക്ക് തുടക്കങ്ങളൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്ല, അദ്ദേഹം സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് നേതൃത്വത്തെ അറിയിക്കുമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ അദ്ദേഹം പാർട്ടി വിരുദ്ധമായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അങ്ങനെ പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി സംഘടനയ്ക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകളൊന്നും നിലനിൽക്കുന്നില്ല എന്നാണോ പറയുന്നത്? അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതകളൊന്നും സംഘടനയ്ക്കകത്ത് നിലനിൽക്കുന്നില്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറമുള്ള രൂക്ഷമായ യാതൊരു പ്രശ്നങ്ങളും ഇവിടെയില്ല. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും. ഒരു കാര്യം, ഈ വടക്കാഞ്ചേരി മുഖംമൂടി ധരിച്ച് ആ സംഭവത്തിന് ആറ്റൂർ ഗണേശ് ഉണ്ടല്ലോ, ഗണേശനുണ്ടായിരുന്ന താൽക്കാലിക ജോലി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് തന്നെ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൈവിടുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി കത്ത് കൊടുത്തു. അല്ല, ആ വിഷയത്തിൽ ഇടപെടും. അത് ഇടപെടും. അത് ഞങ്ങൾ പാർട്ടിക്ക് ആഭ്യന്തരമായിട്ട് സംസാരിക്കേണ്ട കാര്യം. ജോലി തിരിച്ചിട്ടാണ് ഏർപ്പാട് ചെയ്യുമോ? തീർച്ചയായിട്ടും അത് ഇടപെടും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.